ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് ഗൂഗിൾ ക്രോം എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് എന്നാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, നാം കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ ഗൂഗിൾ ക്രോം എപ്രകാരം ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കി. അപ്രകാരം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് എന്ന സബ് മെനുവിൽ നിലവിലുള്ള ബ്രൗസറുകളുടെ ലിസ്റ്റിൽ ഇവിടെ ക്രോമിയം ബ്രൗസർ, ഫയർഫോക്സ് വെബ് ബ്രൗസർ, അതിനോടൊപ്പം ഗൂഗിൾ ക്രോം വെബ് ബ്രൗസറും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് നാം ഇതിൽ ഗൂഗിൾ ക്രോം വെബ് ബ്രൗസറും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതിന് ശേഷം നമുക്ക് നോക്കിയാൽ ഇവിടെ ഗൂഗിൾ ക്രോം ലിസ്റ്റ് ചെയ്തായിട്ട് കാണാം. ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാവുന്നവർ ഇത് എപ്രകാരം അൺഇൻസ്റ്റാൾ ചെയ്യാം, അത് മൂവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് കൂടെ അറിഞ്ഞിരിക്കണം. അതാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിനുവേണ്ടി നാം മനസ്സിലാക്കുന്നത് ടെർമിനൽ കമാൻഡ് വഴിയാണ്. അതായത് ടെർമിനൽ കമാൻഡ് വിൻഡോ എടുക്കുന്നത് ആപ്ലിക്കേഷൻ ആക്സസറീസിനകത്ത് ഇവിടെ ടെർമിനൽ എന്നൊരു ആപ്ലിക്കേഷനുണ്ട്. അതൊരു കമാൻഡ് വിൻഡോ ആണ്. നമ്മളവിടെ കമാൻഡാണ് ടൈപ്പ് ചെയ്യുന്നത്. ടെർമിനൽ നമ്മൾ എടുക്കുമ്പോൾ വരുന്നത് ഒരു ടെർമിനൽ വിൻഡോ ആയിരിക്കും. ഇവിടെയാണ് നാം കമാൻഡ് കൊടുക്കുന്നത്. അതായത് ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള കമാൻഡ് ഞാൻ പ്രത്യേകം പറഞ്ഞു തരാം, എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ഓൾറെഡി ഒരു ഡോളർ സിമ്പൽ ഉണ്ടാവും. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് sudo sudo സ്പേസ് dpkg സ്പേസ് അത് കഴിഞ്ഞിട്ടൊരു ഹൈഫൻ, അത് കഴിഞ്ഞൊരു r സ്പേസ് ഗൂഗിൾ ഹൈഫൻ ക്രോം ഹൈഫൻ സ്റ്റേബിൾ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നാം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് ചോദിക്കും. ഇവിടെ പാസ്വേഡ് ചോദിക്കുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തതായിട്ടൊന്നും കാണിക്കത്തില്ല. നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മതി. പാസ്വേഡ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് ഗൂഗിൾ ക്രോം റിമൂവ് ചെയ്യുന്ന അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും കമാൻഡ് വിൻഡോയിൽ ആ ബ്ലിങ്ക് ചെയ്ത സ്ക്രീനിൽ കമാൻഡ് വിൻഡോയിൽ വന്ന് നിന്ന് കഴിയുമ്പോൾ അവിടെ നമ്മൾ ഈ ടെർമിനൽ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ എക്സിറ്റ് എന്നടിക്കുക. അപ്പോൾ നമ്മൾ ഈ ടെർമിനൽ വിൻഡോയിൽ നിന്ന് എക്സിറ്റായി തിരിച്ച് പഴയതുപോലെ നമ്മുടെ ഡെസ്ക്ടോപ്പിലോട്ട് പോകും. ഇത്രയും സ്റ്റെപ്പ് ചെയ്താൽ മതി. നമ്മുടെ ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്രോം ബ്രൗസർ അൺഇൻസ്റ്റാളായി നമുക്കിവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഇതൊരു ചെറിയൊരു ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ചെറിയൊരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഗൂഗിൾ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാവുന്നവർക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഗൂഗിൾ ക്രോം അൺഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ ട്യൂട്ടോറിയലാണിത്. ഫ്രണ്ട്സ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.